Hi friends, welcome to my YouTube channel Travel and Eat with Arju. യാത്രയും ചെയ്യാം, ഭക്ഷണവും കഴിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ നമ്മുടെ ഹനുമന്ത പുലാവ് കഴിച്ചു. അതിനോടൊപ്പം തന്നെ സാൻഡ് സ്കൾപ്ചർ മ്യൂസിയം വിസിറ്റ് ചെയ്തു. കഴിഞ്ഞ വീഡിയോ അതൊക്കെയായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക, വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. അപ്പം അതിന് തൊട്ടടുത്തുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡിന് കിട്ടിയിട്ടുള്ള ഒരു ഷെൽ മ്യൂസിയം, അതായത് സീ ഷെൽ മ്യൂസിയം, ശ്രീമതി ഡോക്ടർ രാധ മല്ലപ്പയുടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിച്ച സീ ഷെൽ ആർട്ട് മ്യൂസിയം മൈസൂരിൽ ചാമുണ്ഡി ഹിൽസ് റോഡിൽ, എക്സാക്റ്റായി പറയുകയാണെങ്കിൽ JC ലേഔട്ടിലാണ് ഇതുള്ളത്. ഇവിടെ ഏതാണ്ട് 300-ൽ പരം ആർട്ടിക്കിൾസ് ഉണ്ടെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ സാൻഡ് മ്യൂസിയത്തിലെ പോലെ 60 രൂപയുടെ എൻട്രി ടിക്കറ്റ്. ഉള്ളിലേക്ക് പോവാം. കയറി ചെല്ലുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഒരു ലോഫിംഗ് ബുദ്ധയാണ്. ഈ ലോഫിംഗ് ബുദ്ധ ഉണ്ടാക്കിയിരിക്കുന്നത് മൊത്തം ഷെല്ല് ഉപയോഗിച്ചിട്ടാണ്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. മൈസൂരിലെ വളരെ പ്രസിദ്ധമായ സെൻറ്റ് ഫിലോമിനാസ് കത്തീഡ്രൽ ചർച്ചിൻ്റെ ഒരു മിനിയേച്ചറാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഒരു ചർച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 175 മീറ്റർ ഉയരത്തിലുള്ളൊരു ചർച്ചാണ്. വളരെ പഴക്കം ചെന്ന ഒരു ചർച്ചാണ്. എന്തായാലും പോകേണ്ട ഒരു സ്ഥലമാണ്. പക്ഷേ സമയപരിമിതി കൊണ്ട് പോകാൻ പറ്റിയില്ല. ചർച്ചിന് നേരെ ഓപ്പോസിറ്റിൽ തന്നെ നമ്മൾ കാണുന്നത് ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു മോഡലാണ്. ക്ഷേത്രവും ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയും വിളക്കും പൂജാരിയും അടക്കമുണ്ട്. ഒരു ശിവക്ഷേത്രത്തിൻ്റെ ഒരു മോഡലാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ രാധ മല്ലപ്പ ഏതാണ്ട് 7 വർഷത്തോളം എടുത്തിട്ടാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മോഡൽ പണിതിരിക്കുന്നത്. 3620 കിലോഗ്രാം ഷെല്ല് കൊണ്ടാണിത് പണിതിരിക്കുന്നത്. ഓരോ മോഡലിൻ്റെയും തൊട്ടടുത്ത് തന്നെ ഇംഗ്ലീഷിലും കന്നഡയിലും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹമാണ് ശ്രീമതി ഡോക്ടർ രാധ മല്ലപ്പ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ്, അതായത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിച്ച ഗണപതി. ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റ് ഇവിടെ ലാമിനേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഗണപതിയുടെ ശില്പം. ഈ കാണുന്ന ഗണപതി ശില്പം ഉണ്ടല്ലോ, ഇതിനാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിച്ചത്. ശ്രീമതി രാധ മല്ലപ്പ അവർ 2016-ലാണ് ഇത് നിർമ്മിച്ചത്. അതിനാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് 6.74 മീറ്റർ. അത് ഇപ്പോൾ ഷെല്ലൊക്കെ വെച്ചിട്ട് ചെയ്യാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും മാക്സിമം ഹൈറ്റാണ് ഇതുവരേക്കും. അതുകൊണ്ട് തന്നെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിച്ചതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കടലിലെ തിരമാലകൾക്കൊപ്പം കരയിലേക്ക് എത്തുന്ന ഷെല്ലുകൾ, കടലിനകത്ത് നിന്ന് തന്നെ ശേഖരിക്കുന്ന ഷെല്ലുകളുമൊക്കെ ആയിട്ട് ഒരു വൻ ശേഖരം ആദ്യം കണ്ടെത്തണമല്ലോ. അതിനുശേഷം തൻ്റെ ഭാവനയിലുള്ള ആ ഒരു സങ്കല്പങ്ങളിലേക്ക് ഈ ഷെല്ലുകളെ രൂപപ്പെടുത്തിയെടുക്കുക എന്നത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. തൻ്റെ 16-ാം വയസ്സ് മുതൽ ഇത്തരം ഷെൽ ആർട്ടിനോട് വളരെയധികം പാഷനേറ്റാണ് ഡോക്ടർ രാധ മല്ലപ്പ എന്നിവിടെ ഞാനൊരു ആർട്ടിക്കിൾ കണ്ടു.
അതോടൊപ്പം തന്നെ വൈദ്യരംഗത്തും അവർ നേടിയിട്ടുള്ള ഒരുപാട് പുരസ്കാരങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എവിടുന്നൊക്കെയാണ് കൂടുതലായിട്ടും ഷെല്ലുകൾ കിട്ടുന്നത് എന്ന് ഞാൻ ഇവിടുത്തെ ഒരു സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് രാമേശ്വരം, കന്യാകുമാരി, മുംബൈ, ചെന്നൈ, മംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നാണെന്നാണ്. അതോടൊപ്പം തന്നെ ഫോറിൻ രാജ്യങ്ങളിൽ നിന്നും അവർക്ക് ഷെല്ലുകൾ ലഭിക്കുന്നുണ്ട്. ഇവിടെ വെച്ചിരിക്കുന്ന പ്രൊഡക്ട്സ് ഒന്നും തന്നെ ഇവർ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതല്ല, പ്രദർശനത്തിന് വേണ്ടി മാത്രം. 2016 മാർച്ച് 18 ആ ഒരു ഗിന്നസ് പുരസ്കാരം ഈ ഒരു മ്യൂസിയത്തിലേക്ക് എത്തിയത്. നമ്മളിപ്പോൾ കാണുന്നത് പുരാണത്തിലുള്ള ദശാവതാര സങ്കല്പമാണ്. അത് ഷെല്ല് കൊണ്ട് ഇവിടെ നിർമ്മിച്ചിരിക്കുകയാണ്. നമുക്ക് മറ്റൊരു ഗണപതി ശില്പം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് നേരത്തെ കണ്ട ഗണപതി ശില്പമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറുതാണ്. ലോകാത്ഭുതങ്ങളിൽ ഒന്നായ ഇന്ത്യയിലെ ആഗ്രയുടെ സ്വന്തം താജ്മഹലിൻ്റെ ഒരു ചെറിയ സ്ട്രക്ചറാണ് നിങ്ങൾ ഈ കാണുന്നത്. വിവിധ തരത്തിലുള്ള ശംഖുകൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ പണ്ട് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കന്യാകുമാരിയിലേക്കൊരു വിസിറ്റ് നടത്തി. അവിടെ ഒരു ചേട്ടൻ ഇങ്ങനെ ശംഖ് വിൽക്കുന്നുണ്ടായിരുന്നു. ആ ശബ്ദം കേട്ടപ്പോഴാണത് വാങ്ങിയത്. എവിടെ, നമ്മൾ ഊതിയ കാറ്റ് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 6 മണി വരെ എല്ലാ ദിവസവും ഇവിടെ പ്രദർശനം ഉണ്ട്. 60 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. സ്ഥലം കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല. നമ്മുടെ സാൻഡ് മ്യൂസിയം വരുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ തന്നെ. അപ്പോൾ രണ്ടും ഒറ്റ സ്ട്രെച്ചിൽ കണ്ടിട്ട് പോവാം. അങ്ങനെ സാൻഡ് മ്യൂസിയം കാണാൻ വന്ന് എനിക്കൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിച്ച മ്യൂസിയം കൂടി കാണാൻ പറ്റി. നല്ല നല്ല കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റി. വളരെ എൻജോയ് ചെയ്ത് വ്ളോഗ് ചെയ്യാൻ പറ്റി. അങ്ങനെ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ ഊബർ ഓട്ടോ ബുക്ക് ചെയ്തു. ഈ ചേട്ടനൊരു പ്രത്യേകതയുണ്ട്. 4.9 ഔട്ട് ഓഫ് 5 റേറ്റിംഗ് കിട്ടിയൊരു ചേട്ടനാണ്. കുറച്ച് നേരം ചേട്ടനോട് ഇങ്ങനെ എന്തൊക്കെയൊക്കെ സംസാരിച്ച് ഇങ്ങനെ പോകുന്നു. അപ്പോഴാണ് നമ്മുടെ കുതിരവണ്ടി ചേട്ടന്മാർ ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്ത് കിടക്കുന്നുണ്ട്. ഇന്നലെ രാത്രി കാത്ത് റേറ്റ് പറഞ്ഞ ടീംസാണ്. റെസ്റ്റ് എടുക്കുക അവർ. അങ്ങനെ നമ്മുടെ ഓട്ടോ ചേട്ടനുള്ള ഫ്രണ്ട്ലി ആയിരുന്നു. താങ്ക് യു. വീണ്ടും നമ്മുടെ റൂമിലേക്ക് എത്തിയിരിക്കുകയാണ്. റൂം അങ്ങനെ വെക്കേറ്റ് ചെയ്യാനുള്ള സമയമായി. ഇനിയിപ്പോൾ നമുക്ക് പാലസ് കാണണം. മൈസൂർ വന്നതല്ലേ, അപ്പോൾ ഒരു 2 മൈസൂർ സാൻഡൽ സോപ്പ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടൊരു കടയിൽ കയറിയതാണ്. ആക്ച്വലി എന്നെ ഓട്ടോക്കാരൻ ഇങ്ങോട്ട് കയറ്റിയതാണ്. അയാൾക്ക് ചെറിയ കമ്മീഷൻ ഇവർ കൊടുക്കുന്നുണ്ടാവും. അത് വേറെ കാര്യം, അത് അവർ തമ്മിലുള്ള കാര്യം, നമ്മളത് അറിയേണ്ട ആവശ്യമില്ല. എന്തായാലും ഇവിടെ വന്ന് കയറിയപ്പോൾ ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ വാങ്ങുന്നില്ല, ചുമ്മാ വ്ളോഗ് എടുക്കുന്നെന്ന് മാത്രം. നമ്മൾ വാങ്ങാൻ വന്ന സാധനം സോപ്പാണ്. സോപ്പേ നമ്മുടെ ഈ മൈസൂർ പാക്ക് പോലെ തന്നെ വളരെ ഫേമസ് ആണല്ലോ മൈസൂർ സാൻഡലും. അങ്ങനെ 2 സോപ്പ് വാങ്ങാൻ വന്ന എന്നെ കൊണ്ട് ഒരു പെട്ടി സോപ്പും പിന്നെ അവരുടെ സാൻഡൽ ഫേഷ്യൽ ക്രീമും പിന്നെ അഗർബത്തിയും വാങ്ങിപ്പിച്ചു. അത് അവരുടെ കഴിവ്, അതിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റൂല. അപ്പം നമുക്കിനി പാലസിലേക്ക് പോവാം. അങ്ങനെ ഫൈനലി നമ്മൾ മൈസൂർ പാലസിന് മുന്നിലെത്തിയിരിക്കുകയാണ്. അംബാവിലാസ് പാലസ്. നമ്മൾ മൈസൂർ ഇപ്പോൾ 2 ദിവസമായി പല സ്ഥലങ്ങളും പോയി. പക്ഷെ മൈസൂർ പാലസ് പോകാൻ പറ്റിയില്ല. കാരണം അറിയാലോ ടൈമിങ്, ഇന്നലെ 5:30 മുന്നേ പോകണമെങ്കിൽ കിട്ടുള്ളായിരുന്നുള്ളൂ. പക്ഷേ നമുക്ക് മൈസൂർ പാലസിൻ്റെ നൈറ്റ് വ്യൂ കണ്ടു. പാലസിനകത്തേക്ക് പോകാം. മുമ്പ് പോയിട്ടുണ്ട് 2 തവണ, ചെറുപ്പത്തിലാണ്. പണ്ടൊക്കെ സ്കൂളിലെ സ്ഥിരം ടൂർ ഡെസ്റ്റിനേഷൻ ആണല്ലോ ഊട്ടി അല്ലെങ്കിൽ മൈസൂർ. അങ്ങനെ മൈസൂരിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കോളേജിൽ 3rd ഇയർ പഠിക്കുമ്പോൾ ബാംഗ്ലൂർ IV വന്നിട്ട് അവിടുന്ന് മൈസൂർക്ക് വന്നു. ഇവിടെ എൻട്രി ടിക്കറ്റ് എന്ന് പറയുന്നത് 100 രൂപയാണ് 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക്. ആൻഡ് 10നും 18നും ഇടയിൽ പ്രായമുള്ളവർക്ക് 50 രൂപ. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഒന്നും തന്നെ ഇല്ല. നിങ്ങളീ കാണുന്നതേ ചെരുപ്പ് വയ്ക്കാൻ വേണ്ടി മാത്രമുള്ള തിരക്കാണ്. എന്തൊരു തിരക്കാണ്. ഞാൻ എൻ്റെ ഒരു സെറ്റ് ചെരുപ്പ് വെച്ചോട്ടെ എന്ന് വെച്ചപ്പോഴേ അവിടെയുള്ള ചേട്ടൻ എന്നെ ഇങ്ങനെ ഭയങ്കര രൂക്ഷമായി നോക്കണു. ഫ്രീ ആയിട്ടൊന്നും വേണ്ട ഏട്ടാ, പൈസ തരാം. എന്തുവാ ഇത്, ഒറ്റയ്ക്കൊരാൾക്ക് വന്നിട്ട് കണ്ടൂടെ? അപ്പോൾ പാലസ് ഡീറ്റെയിൽസൊക്കെ ഇംഗ്ലീഷിലും കന്നഡയിലും ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് അകത്തേക്ക് പോവാം. പണ്ട് കണ്ടതെന്ന് വലിയ മാറ്റമൊന്നുമില്ല, അല്ലെങ്കിൽ അവിടെ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ കാണുന്ന ഒരു രീതിയിലാണ് മാറ്റം വരുന്നത്. നല്ല തിരക്കാണ്. നമ്മൾ വെറുതെ നിന്ന് കൊടുത്താൽ മതി, ആ തിരക്കിൽ നമ്മളെ അങ്ങോട്ട് ഉന്തി കൊണ്ടുപോയിക്കോളും. ആനത്തലയും ആനക്കൊമ്പും. കഴിഞ്ഞ സെപ്റ്റംബർ മാസം നമ്മൾ രാജസ്ഥാനിലെ ഉദയ്പൂർ വിസിറ്റ് ചെയ്തായിരുന്നല്ലോ. അതിൻ്റെ ഒരു ഡീറ്റെയിൽ വ്ളോഗ് ഞാൻ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോർത്ത് ഇന്ത്യയുടെ പാലസ് സിറ്റിയായ ഉദയ്പൂർ വിസിറ്റ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞതാണ് ഉടനെ തന്നെ നമുക്ക്
സൗത്ത് ഇന്ത്യയുടെ പാലസ് സിറ്റി ആയിട്ടുള്ള മൈസൂർ വിസിറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ അത് വെറും 5 മാസങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്തു. പറഞ്ഞ വാക്ക് പാലിച്ചിട്ടേ ഉള്ളൂ നമുക്ക് പരിപാടി. അപ്പോൾ ഈ ഒരു പാലസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാഡിയാർ ഡൈനാസ്റ്റിയുടെ ഭാഗമായിട്ടുള്ള അംബാവിലാസ് പാലസ് 1897 പണി ആരംഭിച്ചിട്ട് 1912 പണി കഴിച്ച സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊട്ടാരം. ഞാനിപ്പോൾ പറഞ്ഞ കണക്കേ ഇപ്പോൾ പുതുക്കി പണിത ഈ കൊട്ടാരത്തിൻ്റെ കാര്യമാണ്. നമ്മൾ ടിപ്പു സുൽത്താൻ്റെ കാര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ വർഷങ്ങൾ മാച്ചിങ് അല്ലല്ലോ എന്ന് തോന്നും. കോട്ടയ്ക്കകത്തുണ്ടായിരുന്ന പഴയ കൊട്ടാരം പണിതത് ഏതാണ്ട് 14-ാം നൂറ്റാണ്ടിലാണ്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലുള്ള ദസറ നവരാത്രി ഉത്സവം ഏറ്റവും അടിപൊളിയായിട്ട് ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ഒരു സിറ്റി എന്ന് പറയുന്നത് ഈ മൈസൂർ തന്നെയാണ്. എന്തൊരു ക്രൗഡാണ്. ഒരു ലൈന് മാനേജ്മെൻ്റ് ഒന്നും ഇല്ലേ. ഇത് വെറുതെ സെക്യൂരിറ്റി ഒക്കെ നിൽക്കുന്നത് അല്ലാതെ ഒന്ന് പ്രോപ്പറായി കൺട്രോൾ ചെയ്യണമൊന്നുമില്ല. ആളുകൾ കുറേ വരും, അത് ശരിയാണ്, പക്ഷെ അത് ഒന്ന് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണ്ടേ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കൊട്ടാരത്തിൻ്റെ പുറത്ത് ഉള്ള ഒരു വ്യൂ ആണ് കാണുന്ന. ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട്. 1975 വർഷം പുറത്തിറങ്ങിയ കന്നഡ ചിത്രം മയൂരയാണ് ഈ ഒരു പാലസിനകത്ത് ഷൂട്ട് ചെയ്ത ഒരേ ഒരു ചിത്രം. അതിനുശേഷം ഈ അടുത്ത് പുറത്തിറങ്ങിയ പൊന്നിയൻ സെൽവൻ ഉൾപ്പെടെ ഒരുപാട് പല ലാംഗ്വേജിലായിട്ടുള്ള സിനിമകളുടെ അണിയറ പ്രവർത്തകരെ പെർമിഷന് വേണ്ടി വന്നെങ്കിൽ പോലും ഈ മൈസൂർ പാലസ് അതോറിറ്റീസ് സിനിമ ഷൂട്ടിങ്ങിന് പെർമിഷൻ കൊടുത്തിട്ടില്ല. ഇദ്ദേഹം ശ്രീ ശ്രീ ശ്രീകണ്ഠദത്ത നരസിംഹരാജ വാഡിയാർ മൈസൂർ രാജാവായിരുന്നു. 2013 അന്തരിച്ചു. അങ്ങനെ മൈസൂർ പാലസ് ഒന്ന് ചുറ്റിക്കണ്ടു. ഭയങ്കര തിരക്കായിരുന്നു, എന്നാലും ഒന്ന് ചുറ്റിക്കണ്ടു. എന്തായാലും മൈസൂർ വരുമ്പോൾ നമ്മൾ മസ്റ്റ് വിസിറ്റ് സ്പോട്ട് തന്നെയാണ് ഈ ഒരു മൈസൂർ പാലസ്. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മൈസൂരിലെ കാഴ്ചകൾ താൽക്കാലികമായി ഇവിടെ അവസാനിക്കുന്നു. നമ്മൾ മൈസൂരിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ആ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക്, ഷെയർ, കമൻ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ബൈ ഫ്രം അർജുൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.